കോടിയേരിയുടെ മാതൃക കാണിച്ചില്ല. CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്ക് പരസ്യമായി തന്നെ വിമർശനം. കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിക്കാത്തതിലും ആ സങ്കടം വിനോദിനി കോടിയേരി പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനെ ചൂതാട്ടത്തിന് പിടികൂടിയ സംഭവത്തിലും നിരവധി പ്രതികരണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഇതാ കോടിയേരിയുടെ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നുള്ള CPMന്റെ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ, ബിനീഷ് കോടിയേരി ഇവരൊക്കെ ഇപ്പോഴത്തെ CPMന്റെ പോക്കിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കുള്ള വിമർശനം തുടരുകയാണ്. എറണാകുളത്തും പത്തനംതിട്ടയിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നപ്പോൾ തൃശൂരിൽ അദ്ദേഹത്തിന് അംഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതിരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കടുത്ത ഭരണവിരുദ്ധ തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമെന്നും വിലയിരുത്തലുണ്ടായി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികളെ ചൊല്ലിയാണ് പത്തനംതിട്ടയിൽ വിമർശനമുയർന്നത്. ഭരണവിരുദ്ധ തരംഗമുണ്ടായി, പാർട്ടി വോട്ടുകൾ ചോർന്നു. തോമസ് ഐസക്കിനെതിരെ ചില പാർട്ടി നേതാക്കൾ നീക്കങ്ങൾ നടത്തിയതായും പത്തനംതിട്ടയിൽ ആരോപണമുയർന്നു. മുഖ്യമന്ത്രി നേതൃത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടതായിരുന്നുവെന്നാണ് തൃശൂരിലെ വിലയിരുത്തൽ. ഏതായാലും വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തമായി തന്നെ ഒരിടയ്ക്ക് നിലപാടുകൾ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ആ സംഭവങ്ങളിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും BJPയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിക്കാത്തതിലും ആ സങ്കടം വിനോദിനി കോടിയേരൻ പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനെ ചൂതാട്ടത്തിന് പിടികൂടിയ സംഭവത്തിലും പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അന്ന് രംഗത്ത് വന്നിരുന്നു. കോടിയേരിയുടെ ദീർഘകാല പ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കേണ്ടതായിരുന്നുവെന്നും ആ വിലാപയാത്ര ആരാണ് അട്ടിമറിച്ചതെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആരുടെ ധൃതിയാകാം കോടിയേരിക്ക് അർഹമായ ആ യാത്രാമൊഴിയെ നിഷേധിച്ചിട്ടുണ്ടാവുകയെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ആ സങ്കടം വിനോദിനി കോടിയേരി പങ്കുവച്ച ദിവസം തന്നെ അവരുടെ സഹോദരനും യുണൈറ്റഡ് ഇൻഡസ്ട്രീസ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MDയുമായ SR വിനയ്കുമാറിനെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പണം വെച്ച് ചൂതാട്ടം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് യാദൃച്ഛികമാകാമെന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത്. ഇത്തരം യാദൃച്ഛികതകളെ ഭയന്നാണ് CPMലെ ജീർണതകളെപ്പറ്റി ആ പാർട്ടിയിലെ പല നേതാക്കളും മൗനമായിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ. ഇപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നു. G സുധാകരനും P ജയരാജനും പലതും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രിക്ക് മൈക്കിനോട് പോലും അരിശമാണ്. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പുച്ഛമാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും തോൽവിയിൽ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിച്ച CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് പ്രകടമായെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആഞ്ഞടിച്ചത്. അതല്ലെന്ന് എത്ര പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയെന്നുമുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി നേതാക്കളോട് പോലും പുച്ഛമാണ്. കത്ത് കൊടുത്താൽ പോലും സ്വീകരിക്കാറില്ല. ഇത്തരക്കാർ ജനങ്ങളോടും അകലം കാണിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നും കമ്മിറ്റിയിൽ പറഞ്ഞു. പത്തനംതിട്ടയിൽ 30,000 വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന വാർത്ത ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പ്രതികരണം. അതേസമയം തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിയുടെ കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് CPMും ഘടകകക്ഷികളും വിലയിരുത്തുമ്പോഴും അത് അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ഫലം LDFന് തിരിച്ചടിയല്ലെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാണ് ഈ തോൽവിയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്നും കോഴിക്കോട് പൊതുവേദിയിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചത് സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയാണ്. ചങ്ങാത്തത്തിനുള്ള സാധ്യതയുടെ വാതിൽ തുറന്നിട്ടു. കരുതലോടെ മാത്രം മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇതേ വേദിയിൽ ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ലീഗാകട്ടെ മുഖപത്രമായ ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രിയെ തിരിച്ചും ആക്രമിച്ചു. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഒരു വിഭാഗത്തിന്റെയെങ്കിലും പിന്തുണ നേടാനായി
സമുദായ പത്രത്തിൽ പാർട്ടി അശ്ലീല പരസ്യം നൽകി കിണഞ്ഞു ശ്രമിച്ച് പരാജയപ്പെട്ടതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കുന്നത് നല്ലതാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. തോൽവി വിലയിരുത്താൻ ചേർന്ന CPM നേതൃയോഗങ്ങൾക്കൊടുവിലെ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് എതിർപക്ഷത്തെ മുസ്ലിം ലീഗിനും സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുമെതിരെ ആദ്യം ആരോപണങ്ങൾ ഘടിപ്പിച്ചത്. പിന്നാലെ മുഖ്യമന്ത്രിയും ഇതേ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ലീഗിനെ ആക്രമിക്കുക എന്നത് പാർട്ടിയുടെ പൊതു നിലപാടിന്റെ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. SNDP യോഗം നേതൃത്വത്തിനെതിരെയും ഇതുവരെയും തുടർന്ന നിലപാട് വിട്ടുള്ള ആക്രമണമാണ് CPM നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം BJPയിലേക്ക് പോയത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും ഭീഷണി മൂലവുമാണെന്ന CPM നിലപാടിനെതിരെ ക്രിസ്തീയ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്.